അപ്പോൾ ഇന്നൊരു റെസ്റ്റ് കിട്ടിയിരിക്കേണ്ട. അപ്പോൾ പിള്ളേർക്ക് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. കുറച്ച് കാടമുട്ട, കുറച്ച് കാടക്കോഴിയും കൂടി വാങ്ങിയിരിക്കണം കേട്ടോ. കാടക്കോഴി പറഞ്ഞാൽ കുഞ്ഞിക്കോഴി ഉണ്ടല്ലോ, അത് 70 രൂപയാണ്. അപ്പോൾ ഞാൻ പാലക്കാട് പോയപ്പോൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയപ്പോൾ 4 കോഴി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നാടൻ കോഴി വാങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ഒരു സ്പെഷ്യൽ, അത് ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കോഴിനെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട ഒഴിച്ചിട്ടുണ്ട്. ഞാൻ റെഡിമെയ്ഡ് മസാല വാങ്ങിയിട്ടായി, ചില്ലി ചിക്കൻ്റെ മസാല ഉണ്ടല്ലോ, അതിലാകുമ്പോൾ അജിനോമോട്ടോ എല്ലാം ചേർത്തിട്ട് ഭയങ്കര കളറായിരിക്കും ഈ സാധനം. അതുകൊണ്ടാണ് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത് നല്ലത്. കുറച്ച് കോൺഫ്ലവർ, കാശ്മീരി മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഗരം മസാല, അങ്ങനെ എല്ലാം കൂടി മഞ്ഞപ്പൊടിയൊക്കെ കൂടി മിക്സ് ചെയ്തുണ്ടാക്കി ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും, ഇല്ലയെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇത് ഞാൻ പെട്ടെന്ന് ഇപ്പം ഇന്ന് സമയമില്ല, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വേറൊരു സ്ഥലം വരെ പോകണം. അപ്പോൾ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയാണ്. അപ്പോൾ എല്ലാം മസാലയും മുട്ടയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഈ പരുവത്തിലാക്കിയിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല വെളിച്ചെണ്ണ, ഞാൻ വീട്ടിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്, ആ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില, പച്ചമുളക് ഇട്ടിട്ട് അതൊരു പ്രത്യേക ഫ്ലേവർ, ആ മൊരിഞ്ഞ് വരുമ്പോൾ ഒരു നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും പുറത്ത് പോയി കഴിക്കാതെ, ഞങ്ങൾ പുറത്ത് പോയിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് ലോങ്ങും കാര്യങ്ങളൊക്കെ, ഓട്ടവും കാര്യങ്ങളും, പിന്നെ വർക്കിൻ്റെ കാര്യത്തിനൊക്കെ പോയപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റുകൾ കണ്ട വെളിയിൽ നിന്നൊക്കെ കഴിക്കുന്നതാണ്. പക്ഷേ എല്ലാത്തിനെയും നമ്മൾ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ പിള്ളേരുടെ അടുത്ത് ഇന്ന സ്ഥലത്ത് പോയി കഴിക്കുന്നൊന്നും പറയില്ല. അതേപോലെ തന്നെ എന്തെങ്കിലും കഴിക്കുന്ന ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വിളിക്കുന്നുണ്ട്, ഹരി ഈ ഭാഗത്ത് വന്നിട്ടുണ്ടോ, എവിടെ കഴിക്കാൻ പറ്റുന്നതൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ നല്ല സ്ഥലങ്ങൾ മാത്രമേ ഞാൻ പ്രിഫർ ചെയ്യാറുള്ളൂ. ബാക്കി പിന്നെ ഇതേപോലെ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ എല്ലാവരും കൂടെ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കും. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ബ്രോയിലർ കോഴി പിള്ളേർക്ക് കഴിച്ച് അതൊരു പ്രത്യേക ടേസ്റ്റാണ്, നമ്മളില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള ഇറച്ചിയായിരിക്കും, നല്ല വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി കൂടുതലുള്ളതെന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം 1000 കോഴിക്ക് അരക്കാടാന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ ഇത് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കട്ടെ. സിമ്പിളാണ്, നമ്മൾ മസാല വാങ്ങണു, മിക്സ് ചെയ്യുന്നു, അത് നേരെ എണ്ണയിലിട്ട് പുറത്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണയാകുമ്പോൾ കുറച്ച് നല്ല, നമുക്ക് കുറച്ചും കൂടി ഈ പരുവത്തിൽ കിട്ടും കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് അത്. ശരിക്കും എല്ലടക്കം നന്നായി മൊരിഞ്ഞ് വരും. നമ്മുടെ നല്ല എണ്ണ വെളിച്ചെണ്ണയിൽ തന്നെ വറുക്കണതുകൊണ്ട് അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ട്. പിന്നെ ഇത് പിള്ളേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഐറ്റം ഉണ്ട് കേട്ടോ. അത് ഞായറാഴ്ച നമ്മൾ ഒരിക്കലും മിസ്സാക്കില്ല. നല്ല പച്ചരി ചോറും, പിന്നെ ഞാൻ പറഞ്ഞില്ല കുറച്ച് നാടൻ കോഴി വാങ്ങിയിട്ടുണ്ട് പറഞ്ഞില്ല, അതും കുമ്പളങ്ങയും കൂടി വെച്ചിട്ട് ഒരു കറിയുണ്ട് ഞങ്ങളുടെ പാലക്കാട്ടുകാർക്ക് കേട്ടോ. അതൊരു രക്ഷയില്ല, നിങ്ങളിവിടെ വന്ന് കഴിക്കണം. ചിലപ്പോൾ വഴിയിലൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ കടകളിലൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിന് അതൊരു ടേസ്റ്റ് വേറെയാണ് കേട്ടോ.